റോഷിപാലും വി.എസ്. രഞ്ജിത്തും നമുക്കൊപ്പം ചേരുന്നു തത്സമയം. റോഷിപാൽ, ഗുഡ് ഈവനിങ്. എന്താ മഴയൊക്കെ ഉണ്ടോ? മുടിയൊക്കെ ഒന്ന് ഒതുക്കി വെക്കുന്ന കണ്ടു. സുജയ, മഴയാണ്. നിലമ്പൂരിൽ മാത്രമല്ല, വടക്കൻ കേരളത്തിൽ നല്ല മഴയുണ്ട്. മാത്രവുമല്ല, നാളെ മുതലൊക്കെ റെഡ് അലർട്ടാണ് മലപ്പുറത്ത് പറയുന്നത്. ഞാനങ്ങോട്ട് വരുമെന്ന് പേടിച്ചിട്ടല്ലേ ഈ പറയുന്നത് റെഡ് അലർട്ട് ആണെന്നൊക്കെ? ഒരിക്കലുമല്ല. സുജയ ഇങ്ങോട്ട് വരുന്ന വേണ്ടി കാത്തിരിക്കുകയാണ് നിലമ്പൂരിലെ വോട്ടർമാരും നിലമ്പൂരിലെ എല്ലാവരും. ഇങ്ങനെ കാത്തിരിക്കുകയാണ്. മിക്ക ദിവസങ്ങളിലും സുജയ പാർവതി എന്താ വരാത്തെന്ന് ചോദിക്കായിരുന്നു. അതെ, ശരി. ഇതൊക്കെ ആൻഡ്രൂ സാർ കേട്ടിട്ട് നാളെ എന്നെ കൊണ്ട് പറഞ്ഞു വിടാൻ വേണ്ടിയല്ലേ? എനിക്ക് മനസ്സിലായി. വളരെ സ്ട്രാറ്റജിക്കലായിട്ടുള്ള മൂവാണ് റോഷി നടത്തിയത്. റോഷി, വളരെ സ്ട്രാറ്റജിക്കലായിട്ടുള്ള ചില നീക്കങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ. പ്രത്യേകിച്ചും ഈ വാഹന പരിശോധനയിൽ നിന്ന് പാലക്കാടിനോട് ഓമിക്കാനായിട്ടുള്ള ചില നീക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവിടേക്ക് പ്രിയങ്ക ഗാന്ധിയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും ക്യാമ്പ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രചാരണത്തിലേക്ക്, പ്രിയങ്ക ഗാന്ധി നാളെ എത്താൻ പോകുന്നതേ ഉള്ളൂ മണ്ഡലത്തിലെ ഒരു പ്രചാരണത്തിലേക്ക്. എങ്കിൽ പോലും വലിയ രീതിയിൽ ഒരു ഉപതെരഞ്ഞെടുപ്പിനേക്കാൾ അപ്പുറം വിഷയങ്ങളിൽ ഒരു സങ്കീർണ്ണ സ്വഭാവത്തിലേക്ക് എത്തുന്നുണ്ടോ ഈ അവസാന ദിവസങ്ങളാകുമ്പോൾ റോഷിപാൽ? സുജാ പാർവതി, അങ്ങനെയാണ്. നിലമ്പൂരിൽ തുടക്കത്തിൽ പ്രചാരണത്തിൽ വലിയ ആവേശമുണ്ടായിരുന്നില്ല. പക്ഷേ പ്രചാരണം അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ആ പ്രചാരണം കൂടുതൽ കൊഴുപ്പാകുന്നത്. മാത്രമല്ല, ആരോപണ പ്രത്യാരോപണങ്ങളാണ്. അത് കടുപ്പിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി തന്നെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. മറുപടി പ്രതിപക്ഷ നേതാവിൻ്റെയും മറ്റ് UDF നേതാക്കളുടെയും ഉണ്ടാകുന്നു. ഏതായാലും ആരോപണങ്ങളൊക്കെ ശക്തമാകുമ്പോൾ മുഖ്യമന്ത്രി ഒരു ഭാഗത്ത് ഇവിടെ ക്യാമ്പ് ചെയ്ത് എല്ലാ പഞ്ചായത്തുകളിലും അവിടെ പൊതുയോഗങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. നാളെ പ്രിയങ്ക ഗാന്ധി കൂടി എത്തും UDFന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിലേക്ക്. രണ്ടിടങ്ങളിലാണ് പ്രിയങ്ക ഗാന്ധി പൊതുയോഗങ്ങളിൽ സംസാരിക്കുന്നത്. പക്ഷേ മഴ ബുദ്ധിമുട്ടാകുമോ എന്ന ആശങ്ക എല്ലാവർക്കും ഉണ്ട്. കാരണം തെരഞ്ഞെടുപ്പ് ദിവസം വരെ മഴ ഇതേപോലെ തന്നെ തുടരുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗവും പറയുന്നത്. പക്ഷേ ആവേശത്തിന് ഒട്ടും കുറവില്ല. ആദ്യത്തേതുപോലെയല്ല. അങ്ങനെയാണ് ഇപ്പോൾ വാഹന പരിശോധനയടക്കം വിവാദമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അതിലും വലിയ രീതിയിൽ ആരോപണ പ്രത്യാരോപണങ്ങളുണ്ട്. പ്രത്യേകിച്ച് വാഹന പരിശോധന സ്വാഭാവികമാണ്. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പരിശോധനയാണ്. നേരത്തെ തന്നെ തീരുമാനിച്ചതാണ്. സ്ഥിരം പരിശോധനാ കേന്ദ്രത്തിൽ നടന്ന പരിശോധന ഇങ്ങനെ വിവാദമാക്കേണ്ടതില്ല എന്ന് ഇടതുമുന്നണി അടക്കം പറയുന്ന സാഹചര്യമുണ്ട്. ഏതായാലും UDF ഈ കാര്യം വലിയ വിവാദമാക്കാൻ തീരുമാനിച്ചിട്ടുമില്ല. അതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കം ഈ ചോദ്യങ്ങളിൽ നിന്നും ബോധപൂർവം ഒഴിഞ്ഞു മാറുന്നത്. KPCC അധ്യക്ഷൻ മാത്രമാണ് മുതിർന്ന നേതാക്കളായി ഈ വിഷയത്തിൽ ഒരു ശക്തമായ പ്രതികരണം നടത്തിയത്. അതിൽ തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിലെയും ഷാഫി പറമ്പിലിനെയും അപമാനിക്കാൻ ശ്രമിച്ചു എന്നതിനപ്പുറത്തേക്ക് മറ്റ് ആരോപണങ്ങൾ ഉയർന്നില്ല. രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടെന്ന് പറയുമ്പോൾ പോലും ഇക്കാര്യത്തിൽ ഒരു പരാതി രേഖാമൂലം നൽകാൻ ഇതുവരെ UDF നേതൃത്വം തയ്യാറായിട്ടുമില്ല.